ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എനിക്ക് കൃപാസനം മാതാവ് വഴി ഒരു അത്ഭുതം നടന്നു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു ഡ്രൈവിംഗ് സ്കൂളിൽ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ഡ്രൈവിംഗ് പഠിക്കുമായിരുന്നു. അപ്പം എനിക്ക് ഡ്രൈവിംഗ് അത്ര വശമൊന്നുമില്ല, പക്ഷേ പോകെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡ്രൈവിങ്ങിൻ്റെ അവസാനം നമുക്കൊരു എച്ച് എന്നും പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടല്ലോ, അതിലാണല്ലോ നമുക്ക് ലൈസൻസ് കിട്ടുന്നത്. അപ്പം ഈ എച്ചിൻ്റെ ടെസ്റ്റ് പ്രാക്ടീസ് തുടങ്ങുന്നു. എൻ്റെ ടെസ്റ്റിനുള്ള ഡേറ്റ് ആകുന്നു, പ്രാക്ടീസ് തുടങ്ങുന്നു. ഞാൻ ടെസ്റ്റ് എടുക്കുന്നു, പക്ഷേ എനിക്ക് ഒട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ടെസ്റ്റിന് ഒരാഴ്ച മുന്നേ ഉള്ള 3-4 ദിവസം ഞാൻ ടെസ്റ്റ് എടുക്കാൻ അവിടെ പോകുമ്പം അവിടെ ഒന്നിലെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അവധിയായിരിക്കും. അങ്ങനെ ഒരു 3-4 ദിവസം ടെസ്റ്റിന് ഒരു ദിവസം കൂടെ ബാക്കിയുള്ളൂ. ഞാൻ എൻ്റെ തലേന്ന് പോയി എടുക്കുന്നു, എനിക്ക് ഒട്ടും ശരിയാകുന്നില്ല. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ദൈവത്തിൽ പ്രാർത്ഥിക്കാൻ, ദൈവമേ എനിക്ക് ഇതൊട്ടും ശരിയാകുന്നില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് പാസ്സാവുമെന്നുള്ള കാര്യം, എനിക്ക് പാസ്സാവത്തില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കും, ഞാൻ ഭയങ്കര ടെൻഷനിലിങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് പിറ്റേ ദിവസമായപ്പോൾ അറിയുന്നത് അന്നത്തെ ടെസ്റ്റ് മാറ്റി വെച്ചു. അപ്പം മാറ്റി വെച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം എനിക്ക് കുറച്ചുകൂടെ പഠിച്ച് നന്നായിട്ട് ചെയ്യാനുള്ളൊരു ഇത് കിട്ടുമല്ലോ. അപ്പം ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം മുതൽ വീണ്ടും ഒരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെറുതായിട്ട് ശരിയായി വരുന്നു, എന്നാലും പെർഫെക്റ്റ് അല്ല. അതുപോലെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഒരു മെസ്സേജ് വരുവാണ്, നാളെയാണ് ടെസ്റ്റ്. അപ്പം എനിക്ക് ഇതിൻ്റെ ഇടയിൽ ആകെ 2 ദിവസം മാത്രം പഠിക്കാൻ കിട്ടും. അപ്പം ഞാൻ അപ്പോഴും ഞാൻ വിചാരിച്ചു, അത്യാവശ്യം 2 ദിവസം പഠിച്ചപ്പോൾ തന്നെ ചെറിയൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഓക്കെ ഞാൻ എന്തായാലും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഈ ടെസ്റ്റ് ഫുള്ള് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത് കൃപാസനം മാതാവിനോടാണ്. അപ്പം ഞാൻ ഡ്രൈവിംഗ് എച്ച് പഠിക്കാൻ പോകുന്ന സമയത്ത് നമ്മുടെ മെയിൻ ഡ്രൈവിംഗ് നടക്കുന്ന ഗ്രൗണ്ടിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രാക്ടീസിങ് ഗ്രൗണ്ടിലോട്ട് പോകുന്നത്. അപ്പം ഞാൻ എപ്പോൾ അതുവഴി പോകുമ്പോഴും ഞാൻ അവിടെ ഒന്ന് നോക്കിയിട്ട് ഞാനിങ്ങനെ നമ്മുടെ വിശ്വാസ പ്രമാണം ജസ്റ്റ് ഒന്ന് ചൊല്ലും. ഇവിടെയാണല്ലോ ഞാൻ ടെസ്റ്റ് എടുക്കേണ്ടത്, ദൈവമേ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അതുവഴി പോവും, മറ്റൊരു എച്ച് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ഇത് ഒരു സ്ഥിരം ഇതായിരുന്നു. അത് ഞാൻ എല്ലാ കാര്യത്തിനും പോകുമ്പോഴും അതിന് മുന്നേ ഈ വിശ്വാസ പ്രമാണം ചൊല്ലി ഒന്ന് ഒരുങ്ങുക എന്നുള്ളത് എൻ്റെ ഒരു നോർമലായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഈ മെയിൻ ടെസ്റ്റ് നടക്കുന്നതിന് ഒരു 2 ആഴ്ച മുന്നേ ഞാൻ അതുവഴി ജസ്റ്റ് ഒന്ന് പോയി. അപ്പം എനിക്കെന്തോ ഒരു കോൺഫിഡൻസ്, കൃപാസനം അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ടെസ്റ്റ് പാസ്സാകാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസിന് പുറത്ത് ഞാൻ അന്ന് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ ഉള്ള കൃപാസനം ഉപ്പുണ്ടല്ലോ, അപ്പം മാതാവിൻ്റെ ഉപ്പ് ഞാൻ ആ ഗ്രൗണ്ടിൽ പോയി. അന്ന് വൈകുന്നേരമാണ്, 6 മണി, അവിടെ ആരും ഇല്ല. ആ മെയിൻ ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ അവിടെ ജസ്റ്റ് പോയി ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഞാൻ ഉപ്പ് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിതറി. ഞാൻ പറഞ്ഞു, അമ്മ ഈ ഗ്രൗണ്ടിലാണ് ടെസ്റ്റ് നടക്കാൻ പോണത്, ഇത് എനിക്ക് നിൻ്റെ അടുത്തുള്ള വിശ്വാസമുണ്ട്, എനിക്ക് നീ ഇത് പാസ്സാക്കി തരുമെന്നുള്ള വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ പോയി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ടെസ്റ്റിൻ്റെ ഡേറ്റ് മാറ്റുന്നു, പിന്നെ 2 ദിവസം കിട്ടുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വൈകുന്നേരം പറയുന്നു നാളെയാണ് ടെസ്റ്റ്. അപ്പം ഞാൻ ഇതെല്ലാം പോകുമ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ മൈൻഡ് ക്ലിക്ക് ചെയ്യണം. ഞാൻ മുൻപ് ഉടമ്പടി എടുത്ത ടൈമിൽ 2018 എനിക്ക് അവിടെ നിന്ന് ഈ ലോക്കറ്റ്, ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന ലോക്കറ്റ് ഉണ്ടല്ലോ, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഇത്രയും നാളായിട്ട് ഞാൻ വളരെ സൂക്ഷിച്ച് സ്വർണം പോലെ ഞാൻ കൊണ്ട് നടക്കുന്ന സാധനം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടെസ്റ്റിൽ നിന്ന് പോകുന്ന അന്ന് എനിക്ക് ഇതിൻ്റെ കാര്യം ഓർമ്മ വരുന്നു. ഇത് തപ്പിയെടുക്കുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു പിന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് പിൻ ചെയ്ത് വെച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ ഇന്ന് ടെസ്റ്റിന് പോവാണ്. പെട്ടെന്നാണ് ഇവർ ടെസ്റ്റ് അറിയിച്ചത്. എനിക്ക് ഉറപ്പുണ്ട് അത് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ടെസ്റ്റ് ഉറപ്പായിട്ടും. എന്നിട്ട് ഞാൻ ടെസ്റ്റിന് പോകുന്നു. അന്ന് ഒത്തിരി വെയിറ്റ് ചെയ്യുന്നു. എൻ്റെ കൂടെ ടോട്ടൽ 5 പേരുണ്ട്. അതിൽ 3 പേരും ടെസ്റ്റ് ഫെയിലാകുന്നു, 2 പേര് പാസ്സാകുന്നു. അതിൽ ഒരാൾ ഞാനും ഒരാൾ വേറൊരു പയ്യനും. അത് ഞാൻ പാസ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഞാൻ ലാസ്റ്റ് അത് എച്ചെടുത്ത് ലാസ്റ്റ് വന്ന് നിൽക്കുമ്പം ലാസ്റ്റ് കമ്പി ഉണ്ടല്ലോ അതിനോട് ചേർന്നൊന്ന് നിന്നു. അപ്പോൾ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്ന MVD ചോദിച്ചു തട്ടിയോ? അപ്പോൾ ഇല്ല, തട്ടിയിട്ടില്ല. അപ്പോൾ അത്രയും കരുതലോടെ ഞാനത് പാസ്സാവേണ്ട ടെസ്റ്റാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ വിശ്വാസം എന്ന് പറയണത് അത് എന്നെ മാതാവ് തന്നെയാണ് എന്നെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കിയത്. പിന്നെ ഞാൻ എനിക്ക് ആ ഒരു ഉപ്പ് അവിടെ ഞാൻ നേരത്തെ വിതറിയിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസും കൃപാസനം മാതാവിൻ്റെ അനുഗ്രഹവും മാധ്യസ്ഥവും അതുപോലെ ഈശോയുടെ ആ പ്രസൻസും കൊണ്ട് മാത്രമാണ്
എനിക്ക് ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാകാൻ പറ്റിയത്. അതിൽ ഞാൻ ഒരുപാട് 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 നന്ദി പറയുന്നു, സന്തോഷിക്കുന്നു.